1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. അജയ്, ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ടീമിനെ അറിയാമോ? നമ്മുടെ ഐറ്റം വേറെയുടെ അഭിമാനമായ 3 പേരാണ്. മണിക്കുട്ടൻ, അതുപോലെ തന്നെ മായ, അതുപോലെ ബിജു. ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അപ്പോൾ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. മണിക്കുട്ടൻ, മായ ആൻഡ് ബിജു. ഇത് ഐറ്റം വേറെ. ഇങ്ങോട്ട് വാ. ഞാൻ വരുവല്ലേ, നീ വെപ്രാളപ്പെടല്ലേ? എടി, നിന്റെ അനിയത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിനല്ലേ നമ്മള് പോകുന്നത്? ആണോ? നമ്മൾ ഇന്നലെ പോകേണ്ടതാണോ? ഇന്നലെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കൂടെ ചുരുണ്ടുകൂടി കിടക്കാൻ സ്ഥലം ഉണ്ടോ എന്റെ വീട്ടില്? അതാ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞത്, ഒരു റൂം ഇറക്കുന്നത് കേട്ടോ. റൂം ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അട്ടിപ്പേറ് കിടക്കും. അതെന്റെ അച്ഛന് നല്ലോണം അറിയാം. അതുകൊണ്ട് അച്ഛൻ റൂം എടുക്കാത്തത്. എന്തോ ഞാൻ പിടിച്ചോളാം. എങ്ങനെങ്കിലും പെട്ടെന്ന് ഈ വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് ആട്ടോ എങ്കിലും പിടിച്ച് പോയേ പറ്റത്തുള്ളൂ കേട്ടാ. മുഹൂർത്തം എപ്പോഴാ? 8:30-ക്കും 9:00-ക്കും ഇടയിൽ. 8:30-ക്കും 9:00-ക്കും 1 മണിക്കൂർ. ഇത് നൂലുകെട്ടല്ലേ? വലിയ വടം വല്ലതും വെച്ച് കെട്ടുക. എന്റെ പൊന്നു ചേട്ടാ, അങ്ങനെ പറയല്ലേ. കൊച്ചുങ്ങളാണ്. ഒന്നാമത് എന്റെ തറവാട് എന്ന് പറഞ്ഞ പേര് കേട്ട തറവാടാ. ഒരുപാട് ചടങ്ങുകളുണ്ട്. കൈതോല പായ വിരിക്കണം, പായയിൽ ഒരു പറ നെല്ല് പൊലിക്കണം, പിന്നെ അമ്മാവന്മാർ ആടി ആടി വരണം. നിന്റെ തറവാടിന്റെ കഥ അത് പാട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടടി. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. വെറുതെ അല്ല, എന്റെ തറവാട് അങ്ങനെയാ. എന്താണെങ്കിലും പിന്നെ നാട്ടിലങ്ങ് പാട്ടാവും. അതെ, നിന്റെ തറവാടിന്റെ കുറെ കഥകൾ നാട്ടിൽ പാട്ടായിട്ടുണ്ട്. ഞാനതൊന്നും ചെവി കൊടുക്കാൻ പോയിട്ടില്ല. എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുറെ കഥകൾ എനിക്കും അറിയാം. ഓക്കെ, സെയിം പിച്ച്. അപ്പൊ പിന്നെ 0-0 വെട്ടി അങ്ങ് പോകുമല്ലോ. അതെ, വണ്ടിയും വരുന്നില്ല. അല്ല ചേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നാമത് വലിയൊരു ചടങ്ങ് നടക്കുക. എന്റെ വല്യച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ടാവും. ദയവീത് നിങ്ങൾ മദ്യപിക്കരുത്. എന്റെ മോളെ, ഞാൻ എന്റെ 4ാമത്തെ പെൺകുഞ്ഞിന്റെ തലയെ തൊട്ടാണോ ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്തത്? ആണോ? അപ്പൊ നിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പച്ചവെള്ളം, നിങ്ങൾ പച്ചവെള്ളം ജ്യൂസൊക്കെ കുടിച്ചോ? ഞാൻ അതല്ല പറഞ്ഞേ. നിങ്ങൾ ഇനി മദ്യപിക്കരുത്. ഇല്ല, കുഞ്ഞിനെ തൊട്ട് തരാം. ഇനി 4ാമത്തെ കുഞ്ഞായി. എനിക്ക് വയ്യ ഇനി. എടി, നമ്മളിപ്പോ ഒരു ആൺകുഞ്ഞ് കിട്ടാൻ വേണ്ടിയല്ലേ ഇത്ര പാടുപെട്ടത്. എന്നിട്ട് ആൺകുഞ്ഞെ കിട്ടിയില്ലല്ലോ, 4 പെണ്ണായില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ബഷീർക്ക, എന്റെ കൂടെ പണിക്ക് വരുന്ന ബഷീർക്ക ഇല്ലേ? ബഷീർക്കയ്ക്ക് 5 കുട്ടികളാ. പിന്നെ നമ്മുടെ കണ്ട്രാക്ക് ബാവുണ്ണൻ 7 കുട്ടികള്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടാണോ അതോ നിങ്ങളുടെ കൂട്ടുകാരോടുള്ള വാശി തീർക്കുകയാണോ? അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ ദൈവം തരുന്നല്ലേടി? ദൈവത്തിന് തന്നാ മതി. നമ്മൾ വേണം അതിന് അന്നം കൊടുത്ത് പുലർത്താനായിട്ട്. വാകേറിയ ദൈവം അന്നവും തരും. ഏത് ദൈവാ വാ വലിച്ചു കീറിയിട്ട് അന്നം തന്നിട്ടുള്ളത്? ഏത് ദൈവാ തന്നിട്ടുള്ളത്? എങ്ങോട്ട് വന്നേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. അതുകൊണ്ടൊക്കെ 4 പെങ്കൊച്ചുങ്ങളാ. ദയവ് ചെയ്ത് നിങ്ങൾ പണിക്ക് പോണം. എന്ത് വർത്താനം അടി സുശീല നീ പറഞ്ഞത്? പണിക്ക് പോണം. അല്ല ഞാൻ അർത്ഥത്തിൽ പറഞ്ഞു. നീ ഈ പറയുന്ന ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്താ ധരിക്കുന്നത്? ഞാൻ പണിക്ക് പോകാത്തവനാണെന്ന് വിചാരിക്കുവോ? പണിക്ക് പോകാത്തവനാണെന്ന് വിചാരിക്കുവോ? എന്റെ താലോലം ചേട്ടാ, ഞാൻ പണിക്ക് പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നുണ്ട്. എന്റെ ശ്രീകല ചേച്ചി ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരും, പണിയില്ലെന്നും പറഞ്ഞു. കണ്ട, എന്റെ ആങ്ങളെ വിളിച്ചു നോക്കും, എടി അവൻ പണിക്ക് പോയോ? ഞാൻ പറയും പണിക്ക് പോകുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ വരും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. 4 മക്കളായി, ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചിട്ടില്ല. സുശീലേ, നീ എന്താ ഈ പറയാ? അതിന്റെ വാക്ക് മാറുമ്പോ അർത്ഥം മാറിപ്പോവും. അല്ല, ഞാൻ ഈ കൊച്ചിനെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടാ ഞാൻ ഉദ്ദേശിച്ചേ. അത് അങ്ങനെ പറയണം, ലെജിബിൾ ആവണം. അയ്യോ, അതൊരു ഫ്ലോയില് പോയതാ. നീ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. പക്ഷെ നീ ഓർക്കണം, നീ ഫ്ലോറിൽ നിന്നാ പറയുന്ന ആ ധാരണ വേണം. ശരിയാ. എനിക്കറിയാമോ എന്റെ ദുഃഖം? ഞാനിതൊക്കെ ആരോട് പറയുന്നത്? ഒതുക്കുക ഞാൻ എന്റെ ദുഃഖം. ഞാൻ ഉള്ളിലങ്ങ് ഒതുക്കി ഈ വിധമായി. ഒതുക്കാത്ത എന്നെ ഈ ഷർട്ടിന്റെ പിടിച്ചേ ഉള്ളു. അല്ല, അതൊക്കെ പോട്ടെ. നമ്മുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തുവാ കൊടുക്കുന്നേ? അനിയത്തിയുടെ കൊച്ചു എത്ര ദിവസമായി? 28 ദിവസമായി. അപ്പൊ കുറുക്കല്ലാതെ വേറെ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതല്ല ചോദിച്ചേ.
നമ്മുടെ കൊച്ചിന് അവളൊരു വളയിട്ട് തന്നാർന്നോ? ആ. അതുപോലെ നമുക്ക് ഒരെണ്ണം അങ്ങോട്ടും കൊടുക്കണ്ടേ? ഈ അവര് വളയല്ലേ തന്നെ, ആ. നമ്മൾ തവളെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? തവളെ കൊടുക്കാനോ? നമ്മൾ അതേ വള കൊടുത്തിട്ട് കാര്യമുണ്ടോ? അത് മോശമല്ലേ? ഇല്ല. ആ. അപ്പൊ എന്തുവാണ്, ഞാൻ അതിന് പകരം ആ. വേറൊരു സാധനം വാങ്ങിച്ചു. എന്താ വാങ്ങിച്ച്? ഒരു മൂക്കുത്തി. മൂക്കുത്തിയാ? എന്റെ പൊന്നു ദൈവങ്ങളെ, 28 ദിവസത്തെ കൊച്ചിന് കൊടുത്തേക്ക മൂക്കുത്തി. അതെന്തോ ചെയ്യാനാ മൂക്കുത്തി ഇട്ടുകൊണ്ട്? എടി, അവർ അന്ന് തന്ന വളയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂക്കുത്തി മേടിക്കാനുള്ള പൈസ പോലും ഇല്ല. ആ, അതാ ഇപ്പോഴത്തെ വില. എന്തോ എന്തൊക്കെ മനസ്സിലാവുന്നില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ എടി, ഇപ്പൊ നോക്കാം, ഓരോരുത്തർ കൊണ്ടുവന്ന് വളയിടുന്നു, അരിഞ്ഞാണം കെട്ടുന്നു, മോതിരം ഇടുന്നു. പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇതിന് ഇടാൻ പറ്റുമോ? ഇല്ല, ഇടാൻ പറ്റത്തില്ല. പക്ഷെ വളർന്നു വരുമ്പോ മൂക്കുത്തി ഇടാം. അപ്പൊ ആ കൊച്ചെടുത്തിടുമ്പോ അയ്യോ വല്യച്ഛന് മൂക്കുത്തി കൊണ്ടുവന്നല്ലോ, അതിന് ബോധം ഉണ്ടാവും. നമ്മൾ കൊടുത്താൽ അതിനെ അറിയുകയും ചെയ്യാം. അതാ ദീർഘവീക്ഷണം വേണം. ഇത് അതൊന്നല്ല. നിങ്ങൾ എന്റെ വളയും കൊണ്ട് പണയം വെച്ച് നിങ്ങൾ കുടിച്ച്, അതാണ് സത്യം. അതിന്റെ ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഈ ഇത്തിരിക്കോണം പോകുന്ന മൂക്കുത്തിയും കൊണ്ട് ഞാൻ എന്റെ കുടുംബത്തോട്ട് കയറി ചെന്ന് അവിടെ ചെല്ലുമ്പോ ഞാൻ ഇനി എന്തോ പറയും? ഞാൻ ഇവിടെ കിടന്ന് ചിലച്ചാലുണ്ടല്ലോ, നീ മൂക്കുത്തും. ഈ സൈഡിൽ കുത്തിയാ നിങ്ങളുടെ കാശുണ്ടോ വാങ്ങിച്ചു തരാം? അതല്ല, ഒറ്റ ഒരെണ്ണം ഇട്ടെന്ന് കഴിഞ്ഞാൽ നീ ഇവിടെ മൂക്ക് കുത്തി കിടക്കും. അതാ പറഞ്ഞത്. മറുപടി പറയാൻ അറിയാൻ വയ്യാട്ടല്ല, ഒരു ചടങ്ങിന് പോവുക, അതുകൊണ്ടാ ഞാൻ കരയാതെ. ആൾക്കാരൊക്കെ വിചാരിക്കും ഇനിയിപ്പം കരയാതെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് നമുക്ക് ആട്ട പിടിച്ചങ്ങ് പോവാം. നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ വഴക്കിടും. അതാ നല്ലത്. വാ. അളിയാ താലോലം, താലോലം അളിയാ. അളിയാ താലോലം, നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട്? ഞാനും എവളും കൂടെ വഴക്കാ? എവിടെ? അനിയത്തിയുടെ വീട്ടിൽ. അവര് തമ്മിൽ വഴക്കാ? നിന്റെ വായി വഴക്കെന്നുള്ള വാക്ക് മാത്രമേ വരുത്തുള്ളൂ. നീ ഇപ്പൊ എന്തായാലും പറഞ്ഞാൽ നീ ഞാനും തമ്മിൽ വഴക്കാവും. നീ എന്നിട്ട് എന്റെ അടുത്ത് വഴക്കടിക്കുന്നത്? എടേ, നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോണെന്നല്ലേ ഞാൻ ചോദിച്ചു. എവളുടെ അനിയത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട്. പട്ടോടാ നൂല് കെട്ടിയൊക്കെ പറത്തി വിടാ. ചേട്ടൻ വന്നേ. ഒരു കൈവണ്ടി കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് പോയാ മതിയായിരുന്നു. എവന്റെ വായി ഒന്ന് ചാടണ്ടായിരുന്നു. നീ ഇത് എവിടുന്ന് വലിക്കേറി വരുന്നു ഇപ്പൊ? അറിഞ്ഞാ നീ സംഭവം? ഇല്ല. എടാ, പ്രകാശത്തിൽ നിന്ന് ദുബായ് വന്നടാ. പ്രകാശത്തുനിന്ന് ദുബായ് വന്ന? പ്രകാശത്തിന് വിളിച്ചു വലിയ വരുന്നു. അയ്യോ, നമ്മളെ ദുബായിന്നേ പ്രകാശം വന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മളവിടെ പെയിന്റ് പണിക്ക് പോണേ. എടാ, അവൻ സാധനം കൊണ്ട് വന്നളിയാ ഒരു ഉഗ്ര സ്കോച്ച് ഈ പൊക്കോണ്ട് ആളിയാ തീ പറക്കും അടിച്ച രണ്ട് ചെവിന്ന് പുക തെറിക്കും. ചേട്ടാ പോവാ. അടി മോളെ, ഒരു പണിയുടെ കേസ്. പണിയോ? അതൊന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടേ. അത് ചേട്ടാ സംസാരിച്ചിട്ടോ, ഞാൻ ഇവിടെ നിക്കാം. അല്ല അല്ല, പണി എന്തോ ഉണ്ടെന്ന്. അത് സംസാരിക്കട്ടെ. അല്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യ്. നാളെ പോണോ പണിക്ക്? ഇല്ല, നാളെ പണിക്ക്. നാളെ പണിക്ക് പറഞ്ഞു ഉറപ്പിക്കണ്ടേ? നീ പോടാ പണി. നീ എന്താ ഏത് പണി? എന്നിട്ട് ബാക്കി പറ. ഏതിന്റെ? എന്നിട്ട് ഗൾഫിന്റെ. എടാ, പ്രകാശ സാധനം കൊണ്ടുവന്ന് ഈ സാധനം കൊണ്ട് നേരെ ഞാൻ സുരേഷിന്റെ വീട്ടിലോട്ട് വെച്ച് പിടിച്ച് അവിടെ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടേക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഷാജിയുടെ വീടുണ്ടല്ലോ എന്ന്. നേരെ ഷാജിയെ കാണാൻ വേണ്ടി ഒരു ഒറ്റ ഓട്ടമല്ലേ. അപ്പോഴല്ലേ അളിയാ താലോല നീ ഫ്രണ്ടി വന്ന് നിൽക്കുന്നത്. കൊണ്ടുവന്നത്. ചേട്ടാ വാ പോവാം, ഓട്ടോറിക്ഷ വരൂ. ഇപ്പൊ വാ പോവാം. അല്ല, പോവാൻ പറ്റില്ല. നമ്മൾ ഈ പണിയുടെ കാര്യം ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ചിട്ടേ നീ ഒരു കാര്യം ചെയ്യും. നീ അങ്ങോട്ട് ആട്ട വിളിച്ചു പോ. ഒരു 150 രൂപ ആവത്തേ ഉള്ളു. കൈ വെച്ചു. 50 രൂപ നിന്റെ കൈ ഇരുന്നോട്ടെ. എനിക്ക് അതിൽ അങ്ങനെയല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് എല്ലാവരും ചോദിക്കും താലോലൻ എന്തിയെ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തോ പറയും. ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് പേര്. അതിന്റെ ഇടയ്ക്ക് കയറി നീ ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? മര്യാദ വേണ്ടേ? ഒരു പണിയുടെ കാര്യം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക അല്ലടാ. ഏത് പണി? ഒരു പണിയുടെ കാര്യം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് ചേട്ടാ അവരൊക്കെ പിന്നെ കാണാലോ. ഈ ചടങ്ങ്, ഈ കൊച്ച് ഒന്നാമത്തെ കൊച്ചാണോ? അതിന് രണ്ടാമത്തെ കൊച്ചു ഒരു അതിന് ചടങ്ങുണ്ടോ? അതിന് നമുക്ക് പൊക്കൂടെ? പണി എങ്ങനാന്നോ? പണി ഇന്ന് പോയാ പോയി. ഗൾഫിലെ പ്രകാശം വന്ന് നീ കണ്ടിട്ടുണ്ടോ? ഏതാ പ്രകാശൻ? ഏത് പ്രകാശനാടാ? അമ്പലത്തിനോട് താമസിക്കുന്നു. എടി, അവന് നാളെ അങ്ങ് പോകും. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുണ്ടോ? ഇല്ല. അപ്പൊ നിനക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണാം. എവനെ കാണാം, എവനങ്ങ് പോകും. പിന്നെ കാണാൻ പറ്റുമോ? പറഞ്ഞുറപ്പിക്കാം അല്ലേ? നീ പോളിയാ? നമ്മള് പോകുന്നു. നമ്മള് പോയാ പണി നീ പോന്നു. എന്തോ ചേട്ടാ, എന്റെ ബിജു ഇങ്ങനെ തന്നെയാ. എന്ത് ചടങ്ങിനാണെങ്കിലും ആ സമയമാകുമ്പോ കാല് മാറും. ഞാനില്ല എന്ന് പറയും. ഞാൻ ഈ കൊച്ചിനും കൊണ്ട് പോകുമ്പോ അവിടെ ഉള്ളവരൊക്കെ എന്തോ വിചാരിക്കും. എവിടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നുണ്ടല്ലോ, ഞാൻ നോക്കൂത്തിയാ. അപ്പൊ അളിയന് സ്വന്തം വീട്ടിലും അവിടെ ഒരേ ഡ്യൂട്ടിയാ? അതെ. എടാ, എവിടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാൻ എനിക്കൊരു വിലയില്ല. ചോദിച്ചു എവിടെ അനിയത്തിയുടെ കല്യാണം നടന്നപ്പോ അവക്ക് എല്ലാരും കാല് തൊട്ട് വിടുന്നു, ദക്ഷിണ കൊടുക്കുന്നു. എനിക്ക് തന്നോന്ന് ചോദിച്ചു നോക്ക്.
അളിയ അങ്ങോട്ട് പോണേ. നിനക്ക് കയറി പറയണ്ടേ? തരണ്ടേ? ഞാൻ എന്ത് തരാനാ? അല്ല എനിക്കല്ല, അവന് കൊടുക്കണ്ടേ ദക്ഷിണ? അതെന്താന്നറിയോ? ഗോതരളിയാ അങ്ങോട്ട്. നീ എവിടെ പോകുന്നു? നിനക്ക് കയറണ്ടേ? അതെ. എടി എനിക്ക് ദക്ഷിണ തന്നോ? എന്റെ താലോലം ചേട്ടാ, നിങ്ങൾ അപ്പൊ ബിവറേജിൽ പോയിരിക്കുമല്ലായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണം ആർക്ക് നടത്താം? ഇവിടെ തന്റെ കല്യാണം നടത്തിയത്. ഈ സമയത്ത് എല്ലാവരും വിളിച്ചു വരുത്തുകയാണ്. ഡ്രൈവർമാരുണ്ട്, പാചകക്കാരുണ്ട്, ഇവർക്കൊക്കെ ഒരു തുള്ളി കൊടുക്കണ വളിയാ. ഞാൻ എന്റെ സ്വന്തം കയ്യിലെ പോക്കറ്റിലെ പൈസ എടുത്ത് ബിവറേജ് പോയി ക്യൂ നിൽക്കുക എവത്തിങ്ങളെയൊക്കെ 2 തുള്ളി കൊടുക്കാൻ. അത്ര ആത്മാർത്ഥം കാണിക്കാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ഇവരെ വീട്ടുകാർ. ശുചിയല്ല, നിന്റെ അച്ഛൻ പോവോ? നിന്റെ ആങ്ങളമാര് പോവോ? സാധനം മേടിക്കും. അളിയൻ പോയി. എന്റെ വിജു, നീ പറയുന്ന പോലെ ഒന്നല്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ഭർത്താവിന് എന്തോ ഒരു ഇഷ്ടം എന്നറിയോ? മൂത്ത മരുമോനാ. ഞാൻ പറയാം, മാറിയില്ലേ? എവിടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് എവിടെ തള്ള പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 500 രൂപ കാശ് എടുത്തിട്ട് പോകെല്ലാം കുത്തിക്കയറ്റും. എന്തിനാത്? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കും? എനിക്ക് വണ്ടിക്കൂലിക്ക് പാങ്ങില്ലാത്തവനാണെന്ന് വിചാരിക്കത്തില്ലേ? എന്നെ കൊച്ചാക്കാൻ, എന്നെ കുറച്ച് കാണാൻ അവഗണനയല്ലേ അളിയാ ഇത്? അണവണയല്ല, അരവണയല്ലടാ, അവഗണന. അതിനു വേണ്ടിയല്ലേ ഈ പൈസ കുത്തിവെച്ച് വരുന്നത്? ആണോ? അല്ലേ ചോദിച്ചു. എന്റെ ബിജു, അതല്ല സംഭവം. ഞാൻ പറയാം. ഞാനും എന്റെ ഏട്ടനും കൂടെ എന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാ നമുക്ക് ഇറങ്ങാം, കുട്ടികളെ അവിടെ ആക്കിയിട്ടല്ലേ വന്നേ. അപ്പൊ പുള്ളി ഇറങ്ങത്തില്ല, പുറത്തിങ്ങനെ നിൽക്കുക. ഞാൻ എന്തായിട്ടാ പുറത്ത് നിൽക്കുന്നത്, വാ പോവാം. അപ്പൊ എടി എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. ഞാൻ അവിടെ തെരഞ്ഞു മടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞെടി അമ്മയെ വിളിച്ചിട്ട് ചോദിക്കേ എന്ന് പറഞ്ഞു. അമ്മ പാവ ആ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് പാവ ഓടിപ്പിടിച്ച് വന്നിട്ട് പുള്ളിയുടെ കയ്യിൽ കണ്ട ഉടനെ ഒരു 500 രൂപ അങ്ങ് പോക്കറ്റിൽ വെച്ചു കൊടുത്തു. അപ്പണ്ട് ഇങ്ങേര് ചാക്കിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ചെരുപ്പ് എടുത്തോണ്ട് വരുന്നു. ഈ 500 കിട്ടാനാണോ അപ്പൊ അങ്ങേര് ആ ചെരുപ്പ് അവിടെ ഒളിപ്പിച്ചു വെച്ചത്? അല്ലേ? എന്റെ കുറ്റമല്ല, അവര് ശീലിപ്പിച്ച് കളഞ്ഞു. നീ ഇങ്ങനെ ആയിപ്പോയല്ലടാ. എടാ എനിക്ക് വേണ്ട ഭാര്യയും ഭാര്യയുടെ അമ്മയൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടല്ലോ. അപ്പൊ നിനക്കും കിട്ടുന്നുണ്ട് 500. 1000 രൂപ. അമ്മയ്ക്ക് കോർപ്പറേഷനിൽ ജോലി. പിന്നെ നിന്നെ പോലെ വീട്ടില് ഭാര്യ വീട്ടിൽ ചെന്ന് ഇങ്ങനെ 500 താന്ന് പറഞ്ഞോണ്ട് ഞാൻ നിൽക്കൂല. കറക്റ്റ് 1-ാം തീയതി ആകുമ്പോ നേരെ കോർപ്പറേഷൻ ചെല്ലും, പൈസ വാങ്ങിയും തിരിച്ച് വീട്ടിൽ വരും. വാ ചേട്ടാ, പോവാൻ ചേട്ടാ, 8:30 മണി കഴിഞ്ഞു. വാ. എടി മോളെ, നിന്നോട് ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ല്. ഞാൻ അങ്ങ് വരും. വരുവോ? വരും. എടി പണി ഒരു അരമണിക്കൂർ ഇടുന്നില്ലേ? അല്ല, ഒരു 10-20 മിനിറ്റ്. 20 മിനിറ്റ് വരണേ? വരാം. മക്കൾ അങ്ങോട്ട് പോകും. മറക്കരുത്, അവിടെ ചെന്നിരുന്ന് വർത്താനം പറയരുത്. ഇല്ല. വേണ്ട, എനിക്ക് ഇതൊന്ന് ആദ്യം വളരട്ടെ. ഒത്തില്ല. നീ ഏത് പണിയുടെ കാര്യമാടാ കുറെ നേരം കൊണ്ട് പറഞ്ഞു? പോങ്ങാ ഞാൻ അവളെ എങ്ങനെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുന്ന പാടുപണി. നീ പറഞ്ഞു ഏത് പണി? എനിക്ക് മനസ്സിലായില്ലേ? അത് പോട്ടെ. എവിടെ കൊച്ച്? ഇവനെ കൊണ്ട് തോറ്റ്. പൊന്നെ, നീ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? കൂറ സാധനങ്ങളല്ലേ. ഗ്ലാസ്സിന് ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുന്തിയ ഇനം ഒരു മദ്യം. 10-12 വർഷക്കാലം ഇത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് അതിനെ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സേവിക്കാവുന്നു. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഗ്ലാസ് എടുക്കാനല്ല. ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഇല്ലേ? ഗ്ലാസ് ഇല്ല. പിന്നെ എങ്ങനെ കുടിക്കും? എങ്ങനെ കുഴപ്പമില്ല, എങ്ങനെങ്കിലും പൊട്ടിച്ച് കുടിക്കാം. നീ എന്താണ് പറയണത്? സംഭവം ഞാൻ സാധനം ഇല്ലേ? ഇല്ല, സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്കോച്ച് ഉണ്ടെന്ന് പറഞ്ഞു. എടാ, സ്കോച്ച് കൊണ്ടുവന്നല്ലടാ കിഴങ്ങ ഞാൻ പറഞ്ഞത്. എടാ, ഇതിനകത്ത് സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. സാധനം എവിടെ? സാധനം ഇല്ല, ഞങ്ങൾ വരഞ്ഞിരുന്ന് അടിച്ച്. എടാ പ്രകാശ സാധനം കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ 3 പേര് വളഞ്ഞിരുന്ന് അങ്ങനെ അടിച്ചങ്ങ്. സുരേഷിന്റെ വീട്ടിൽ സ്കോച്ച് കൊണ്ട് പോയെന്ന് പറഞ്ഞോടാ. എടാ ആളിയ, നമ്മൾ OP സൽസ ജവാനല്ലാതെ കൂടി ഏതെങ്കിലും സാമാനം അടിച്ചിട്ടുണ്ടാ? ഇല്ലല്ല. അപ്പൊ നമ്മൾ സ്കോച്ച് അടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. അത് ആരെടുത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ ചെളിപ്പാണ്. അതുകൊണ്ട് നേരെ സുരേഷിന്റെ വീട്ടിൽ കാലിക്കുപ്പി കൊണ്ടുപോയി. അവിടെ ചെന്ന് പറയാൻ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടേക്കണ്ട. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഷാജി എന്റെ അടുത്ത് പറഞ്ഞാലോ ഒന്ന്. ഷാജി എന്റെ അടുത്ത് പറയാൻ വേണ്ടി ഓടിക്കൊണ്ട് വന്നപ്പോ അല്ലേ താലോല നീ നിൽക്കുന്നത്. അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞു. അല്ലാതെ ഇതിനകത്ത് സ്കോച്ച് ഇല്ല. എവിടെ ഇരിക്കുന്നത്? ഒരു തുള്ളി പോലും ഇല്ലടാ ഇതിനകത്ത്. പഠിച്ച് നക്കി കുടിച്ചു വെച്ചേക്കണല്ലോ. എന്താടാ ഒരു തുള്ളിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ? കണ്ട ഭാവം തണ്ടിക്ക് താലോലം.
മണിക്കുട്ടാ എന്തോ ഒന്നും കിട്ടാതിരുന്നിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു സ്കിറ്റാണിത്. അല്ല, അത് നിസ്സാരമല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആക്ടിവിറ്റി ഇല്ലാതെ ഒരു പ്രോപ്പർട്ടി അതിന്റെ ഒന്നും സഹായം ഇല്ലാതെ ഡയലോഗ് കോമഡിയാണ്. അത് നിസ്സാര പണിയല്ല. അത് എഴുതി കൗണ്ടർ അത് എന്റർടൈൻമെന്റ് ആയിട്ട് മാറ്റാനും വലിയ പണിയാണ്. അല്ലെങ്കിൽ ഒരു ഹാസ്യ നാടകമായി പോകും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു കൊതി അരെ നമ്മളെ പോലും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കുണ്ട്. സ്കോച്ച് എന്നെ കൊതിപ്പിച്ചിട്ടില്ല. അതെടുത്ത് പോക്കാൻ വെച്ചപ്പോ മായയുടെ ഡയലോഗുകൾ വേറെയാണ്, പക്ഷെ ആക്ഷനിലൂടെ വേറെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉമ്മ തിരിച്ചു കൊടുക്കത്തില്ലേ, ഇനി ഇത് വലുതായിട്ട് മതി എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം വേറെയാണ് ശരിക്കും, അല്ലേ? അതാ ഒരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ കേട്ടോ. കാരണം ആ ആക്ടിവിറ്റിയിലൂടെ കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നെ മണിക്കുട്ടന്റെ പെർഫോമൻസ് എപ്പോഴും കേട്ടോ ഒരു കാണുമ്പോഴേ ഒന്നില്ലെങ്കിൽ അഴിമതിക്കാരൻ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അഴിമതിക്കാരൻ അല്ലെങ്കിൽ മടിയൻ, അത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ബിജു വർഗി ഗംഭീരായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഒന്ന് ഇവരെ തമ്മിൽ തല്ലിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളായിട്ട് വരുന്നത്. പക്ഷെ ഇത്തവണയും താങ്കളുടെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചു. ഇനി സ്കോച്ചിനെ കുറിച്ച് പറയാൻ ഇവനെ പറ്റുള്ളൂ. ഈ കൊച്ചിനെ സ്കോച്ചിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു മിസ്റ്റർ ടിൻഡി ടോം. മായ, ബിജു, മണി, നിങ്ങൾ ഐറ്റം വേറെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമില്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ത്രെഡ്, ഒരു യാത്ര, ഒരു നൂലുകെട്ടിന് വേണ്ടി പോകുന്ന വിഷയമുള്ളൂ. പക്ഷെ അതെത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ കളിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അത് നമുക്കൊരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അത് പൊലിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും മികച്ച കൂട്ടുകാരനുള്ള അവാർഡ് മിക്കവാറും ബിജുവിന് മിക്ക കഥാപാത്രം ഒരു കൂട്ടുകാരനായിരിക്കും. പക്ഷെ ആ കൂട്ടുകാരൻ വരുമ്പോഴാണ് ആ സ്കിറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ തരത്തിൽ തന്നെ ഒരു മാറ്റമില്ലാതെ ഈ സ്കിറ്റ് കൊണ്ടുപോയി കിടിലായിരുന്നു. ഇനി ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ വിശാലമായിട്ട് സ്കിറ്റിനെ അമ്മാനമാടുന്ന നമ്മുടെ പ്രസാദേട്ടൻ. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ സ്കോച്ചിനോടുള്ള താല്പര്യം ഭയങ്കരമാണല്ലോ. അതിനകത്ത് കാണിക്കുന്ന ആക്രാന്തം ഉണ്ടല്ലോ മണിക്കുട്ടൻ്റെ, അതങ്ങ് വന്ന് അതിൻ്റെ അവസാനമായപ്പോൾ ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തിയത് പിന്നെ എന്ത് ചെയ്യും, ആ ഒരൊറ്റ മണപ്പിക്കില്ല, ഫിനിഷ് ചെയ്തു. അതാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മായയുടെ കാര്യം, ഈ സാധാരണ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഡയലോഗുകൾ വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി മറന്നു പോകും. ഈ കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചേക്കുന്നത് വളരെ സേഫായിട്ട്. ഈ ദേഷ്യം വരുമ്പോഴും ഇടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് കൊച്ചിനെ, അല്ലേ? ചെയ്തില്ലേ ഇതൊക്കെ? അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു മായ. പിന്നെ എവിടെന്നാ വന്നത്? ഗിന്നസിന്നല്ല, അവിടെ എന്തൊക്കെ പണി ചെയ്തിട്ടാ വന്നേക്കണല്ലേ? നോക്കണം, കറി വെക്കണം, ഒരുപാട് പണികൾ ചെയ്ത. വേറൊരു രഹസ്യം കൂടെ മണിക്കൂട്ടിന് ഒരു രഹസ്യം കൂടെ പറയാൻ പാടുണ്ടോന്ന് അറിയാം. പറഞ്ഞോ. ഈ സ്കോച്ചിന്റെ കുപ്പി എവിടുന്ന് വന്നു എന്നുള്ളതിന്റെ ഞാൻ പോണ്. അല്ല, എന്നെ വിളിച്ച് ഇന്നലെ പറഞ്ഞു സ്കോച്ചിന്റെ കുപ്പി ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുതരാം, രഹസ്യമായിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു. ഞാൻ ഒരു കുപ്പി കൊണ്ടേ കൊടുത്തു. അത്രയും പബ്ലിക്കായിട്ടാണ്, ഇനി ഒന്നും കൊണ്ടുവരില്ല. അതിന്റെ പേര് എന്താ? ബോംബെ. എന്താന്ന് നോക്കിയില്ല. ഇനി ബോംബെ അങ്ങനെ അല്ല, നല്ല അടിയാണല്ലേ? ഒരു കുഴപ്പമില്ല, നല്ല പക്കായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അതങ്ങനെ. അല്ല, ഇന്നലെ സ്കിറ്റ് മാറ്റി. ഇന്നലെ രാത്രിയില് സ്കിറ്റ് മാറ്റിയപ്പോഴേ ഇതിനകത്ത് ആകെയുള്ളൊരു പ്രോപ്പർട്ടി ഇതിന്റെ ഒരു കഥാപാത്രം തന്നെയാണ് ഈ സ്കോച്ച്. പെട്ടെന്ന് നാട്ടിൽ പറഞ്ഞാൽ കിട്ടാൻ സാധ്യത ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളൊരു മുൻകരുതെന്ന് ചേട്ടനോട് ചോദിച്ചു വെച്ചു. ഒരു കുപ്പിയല്ലേ കിട്ടിയുള്ളൂ. ഇനിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ബീവറേജ് മണിക്കൂട്ടാ, എനിക്കിത് കിട്ടണം. ഞാൻ തന്നെ ആദ്യം മാർക്ക് തരാം. ഞാൻ 15 കൊടുത്തുള്ളൂ. നിങ്ങൾ കൂട്ടി കൊടുത്തോട്ടെ. ഞാനൊരു 16, 31 ഇനി ബാക്കി ടിന്നി തരും. ഓക്കെ, ആ കുപ്പിയുടെയും കൂടെ ചേർത്ത്. ഓക്കെ. അപ്പൊ കൊടുക്കാം. ഇനിയെങ്കിലും ആഗ്രഹം ഒന്ന് സാധിക്കും. മണപ്പിക്കാതെ. അടുത്ത പ്രാവശ്യം പഞ്ചടിക്കണം, ഗോൾഡൻ പഞ്ച് തന്നെ അടിക്കണം. ആ ഒരു വാശിയിൽ മണപ്പിടുന്ന പോലെട്ട്. 3 പേർക്കും ആശംസകൾ. 3 പേർക്കും ഫ്ലൈങ്. ഇനി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ടീമാണ് കേട്ടോ സാർ. ആരാണ്?
നമ്മുടെ കോട്ടയം ടീമാണ്. ഞാനൊക്കെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അടുത്ത ആ പരിസര പ്രദേശങ്ങളിലുള്ള അവിടെ നിന്ന് വന്ന മികച്ച കലാകാരന്മാർ ഇത് ഐറ്റം വേറയിൽ വന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീര പ്രകടനങ്ങൾ ഈ വേദിയിൽ കാഴ്ചവെച്ചിട്ടുള്ളൊരു ടീമാണ്. അതെ, വേറെ ആരുമല്ല വരുന്നത്, അമലുണ്ട്, വിഷ്ണുവുണ്ട്, ബാസിനുണ്ട്. വെൽക്കം. മച്ചുവയേറി കൊച്ചിയിലെത്തും മച്ചുനാരാണേ, ചിരിയേലും പച്ച മനസ്സുള്ളവനാരാണേ, പച്ചരയ്ക്കു പിടി പച്ചടിക്കു വഴിവായ പോയ പിച്ചാതി മച്ചാനേ. ഹലോ, വിൻസെന്റ് ആണേ. വിക്സെന്റേലാണെന്നല്ല, വിൻസെന്റ് ആണെന്ന്. എടോ, ഞാൻ ഈ നാട്ടുകാരല്ലാത്തവനാണോ താൻ എന്റെ വീട് പണിയാൻ ഇത്രയും താമസിക്കുന്നത്? അതന്നെ സാറേ, അങ്ങനെ ഒരു വർത്താനം. എന്റെ വീടിന്റെ കേർത്താമസം എന്ന് വേണമെന്നാ നിന്നോട് ഞാൻ പറഞ്ഞത്. 30-ാം തീയതി. അപ്പൊ അത് നിനക്കറിയാം. എന്നിട്ടാണോടാ 2 ദിവസമായിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു പണിക്കാരെങ്കിലും വന്നോ? ഇന്ന് ഞാൻ 2 പുതിയ പണിക്കാരെ അങ്ങോട്ട് വിടാം. പണിക്കാരെങ്ങനെയുണ്ട്? പണിക്കാരെങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വന്നില്ലേലും അമ്മര് നേരത്തെ വീട്ടിൽ പോക്കോളും. വെരി ഗുഡ്. അങ്ങനത്തെ പണിക്കാരാണ് എനിക്ക് ആവശ്യം. അപ്പൊ ഓക്കെ, പണിക്കാരെ നേരെ വിടുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ. അപ്പൊ ഇതാണ് കൺട്രാക്ട് പറഞ്ഞ അമേരിക്കക്കാരന്റെ വീട്. ആക്കെ പോട്ടെ, നിന്റെ കഴിച്ച തന്നെയാണോ റെഡ് സ്ട്രീറ്റ്? റെഡ് സ്ട്രീറ്റോ? അമ്മയെ നാക്കി അതിക്കണേ. ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ്. എടാ, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപർണ. ഈ അപർണ എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിലോട്ട് ഒരു മനു വർഗീസ് സ്ഥിരം മെസ്സേജ് അയക്കും. അവന്റെ കാശ് കൊണ്ട് മേടിച്ചതാ. ദൈവമേ. അത് മാത്രമല്ല, മനു വർഗീസിനോട് ഞാനൊരു 4339 രൂപ ചോദിച്ചിട്ടുണ്ട്. അവൻ ഇന്ന് വൈകുന്നേരം തരുമെന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഇതിന്റെ 339 കണക്ക് എനിക്ക് റീചാർജ് ചെയ്യണ്ടേ? റീചാർജ് ചെയ്യണ്ടേ? ആ, എന്താടാ നീ മനു വർഗീസിന്റെ ഒരു 2 ദിവസം മുമ്പ് 2210 രൂപ മേടിച്ചായിരുന്നു. നീ മനു വർഗീസിന്റെ ഒരു 5 ദിവസം മുമ്പ് 1105 രൂപ മേടിച്ചായിരുന്നു. അയ്യോടിയെ മേടിച്ചായിരുന്നു. എന്താടാ? എന്തൊക്കെയോ ചീങ്ങി നാർന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു കോള് വരും. കോള് വന്ന് അച്ഛാ പറഞ്ഞേ മോനെ, അച്ഛനൊരു 4339 രൂപ വേണോടാ. കാട്ടുകളി. അപ്പൊ താ മൂകാംബിയ പോവാന്ന് പറഞ്ഞ് എന്റെ കാശ് മേടിച്ച് ഇതിനായിരുന്നല്ലേ? നീ എന്റെ തലയത്തോട്ട് സത്യം ചെയ്ത് നീ അപർണേനെ കണ്ടില്ലെന്ന്. അപർണേനെ ഞാൻ കണ്ടു. അപർണ എന്റെ കൂടെ ചുണ്ടത്ത് ഹാൻസും വെച്ച് നിപ്പുണ്ട്. അച്ഛനെ കൂടി ഇരിക്കി, ഞാൻ വീട്ടിൽ വന്നിട്ട് ബാക്കി തരാ കേട്ടാ. എടാ, എന്റെ അച്ഛൻ എന്നെ പറ്റിച്ച് കാശ് മേടിച്ച്, നീ അച്ഛനെ പറ്റിച്ച് കാശ് മേടിച്ച് ആ കാശ് തിരിച്ചാടാ. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത്. അമ്മയ്ക്ക് കൊടുത്താ? അന്ന് അമ്മയുടെ ഒന്ന് കാശ് മേടിച്ചാടാ. അമ്മ നിന്റെ അമ്മയ്ക്ക് കടം കൊടുത്തു. ആണ്ട തള്ള രാവിലെ ആ കാശ് എനിക്ക് തന്നു. ഇത് എന്നതാണ്? ഇത് ആഹാര ശൃംഖലയോ? എന്നെ പോലെ ഒരു കൂലിപ്പണിക്കാരനെ നീ ഇങ്ങനെ പറ്റിക്കല്ലേടാ. തെണ്ടിത്തരം പറയരുത്. നീ കൂലിപ്പണിക്കാരനോ? നിനക്ക് നല്ല 1-ാം ജോലി KSRTC ഉണ്ടായിരുന്നു. നല്ലടാ. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജോയിൻ ചെയ്ത അന്ന് തന്നെ എന്റെ ജോലി പോയി. എങ്ങനെയാന്നോ? എടാ, ഞാൻ KSRTC കണ്ടക്ടർ അല്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ കണ്ടക്ടർ ആണെന്ന് മറന്നു. അതെങ്ങനെ? എന്റെ വീടിന്റെ സ്റ്റോപ്പ് എത്തിയപ്പോ ഞാൻ ബെല്ലടിച്ചിട്ട്. അയ്യോ എന്റെ അമ്മേ, പിന്നെ അവന്മാരെന്നെ ജോലിക്ക് കയറ്റുവോ? അത്ഭുതമായിട്ടുണ്ട് കേട്ടോ. 2 കഥയും കൂടി പറയുവാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമാണ്. എടാ, നിനക്ക് വല്ല മനസാക്ഷി ഉണ്ടോ? വല്ല മനസാക്ഷി ഉണ്ടോ? ഒരു സെക്കൻഡ് എന്തെങ്കിലും പണിയെടുത്ത് അഭിനയിച്ചിട്ട് ചായ കുടിക്കാൻ പോയ പോരെ? അതാണ്. ശരി, വാ. മനസ്സിലായോ? മനസ്സിലായി. എണിയും പാമ്പിലെ കട്ടയല്ലേ? ഈ വീടിന്റെ ഹൗസ് ഓണർ അമേരിക്കക്കാരൻ വിൻസെന്റ് പി. ഈ വിൻസെന്റ് പി കൊളപ്പുള്ളിയപ്പന്റെ ആരെങ്കിലും ആണോ? ഈ കണ്ണിങ്ങനെ ഇരിക്കണോണ്ട് ചോദിച്ചാ? അത് പണ്ടെന്റെ 2 സുഹൃത്തുക്കള് സമ്മാനിച്ച പാടാത്. സമ്മാനിച്ച കണ്ണ് വിൻസെന്റ്. എവിടെയാ പഠിച്ചത്? കുടുത്തറ UP സ്കൂൾ. കൺഫേംഡ്. താങ്ക് യു. സോജൻലാലേ, നീ ഇപ്പൊ ഒരു അശരീരി കേട്ടായിരുന്നോ? ഞാനൊരു പുല്ലും കേട്ടില്ല. എന്നാ നീ ഇപ്പൊ കേക്കും. എടാ, 5-ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ ഒരുത്തരെ തലയടിച്ച് പൊട്ടിച്ചില്ലേ? വിൻസെന്റ് പി. ആ പി ദേ നിക്കുന്നു. നീ എന്തിനാണ് അവന്റെ വീട്ടിൽ പഠിക്ക് വന്നത്? ഞാനോ? നീയോ അവന്റെ വീട്ടിലാ പഠിക്കുന്നത്? ശരിയാണല്ലോ. എന്നാ ഇത്? എനിക്ക് തോന്നുന്നു ഭ്രമരം സിനിമയെ പോലെ അവൻ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാന്നാ. കണ്ട റിവഞ്ച് സിനിമ എല്ലാം കണ്ട് ഡിറ്റേഷൻ ഹാർട്ടാക്കാൻ നോക്കുന്നോടാ. ഇങ്ങനത്തെ സാധനൊക്കെ ലോകത്ത് സംഭവിച്ചു. എക്സ്ക്യൂസ് മീ, എന്താ ഒരു ഭ്രമര സിനിമ? പറയണ്ട അമ്മച്ചി. ഭ്രമരം സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് പറയുമായിരുന്നു. ഒന്നും പറയല്ല, ശരിക്കും അവാർഡിന് അർഹം. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഭാഗത്ത് ആ വില്ലന്മാരുണ്ടല്ലോ, കൊല്ലണായിരുന്നു. ഞാനായിരുന്നെ കൊന്നേൻ. എന്തിന്? ഒരു രസം.
കൊല്ലും. എന്ത് അർത്ഥം വെച്ച് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ? പിന്നില്ലേ ചോദിക്കാൻ മറന്നു. എന്താ പേര്? രാജു ബാബു. രാജു ബാബു. നൈസ് നെയിം, നൈസ് നെയിം. മണിയെന്നല്ലേ നിന്റെ പേര്? ഇടികെട്ടുണ്ടെങ്കിൽ കള്ളപ്പേര് ആണോ? ഇവന്റെ പേര് ചോദിച്ചില്ല. സോറി സോറി സോറി, സുഹൃത്തിന്റെ പേര് ചോദിക്കാൻ മറന്നു. എന്താണ് സുഹൃത്തിന്റെ പേര്? രാജ്ബാബു. ഇതല്ലേ രാജു ബാബു? അത് രാജ്, ഞാൻ ബാബു. ഓ അങ്ങനെ രാജു ബാബു. അങ്ങനെ രാജു ബാബു. അതെ. രാജു, എന്തോ എന്നെ കണ്ടൊരു മണ്ടനായിട്ട് തോന്നുന്നു. പിടിച്ച് രണ്ടുപേരുടെ മുഖത്ത് വന്നപ്പോ തൊട്ട് ഞാൻ ടെൻഷൻ കാണുന്നുണ്ട്. എന്റെ പൊന്ന് സാറേ, അന്നത്തിന് വേറെ വകയില്ല, അതുകൊണ്ടാ. നിങ്ങൾ രണ്ടുപേരും താമസിച്ച് വന്നത് ഞാൻ കൺട്രാക്ടിനോട് പറയുമെന്നുള്ളൊരു പേടി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി അങ്ങനെ ഒരു വ്യക്തിയല്ല ഈ വിൻസെന്റ് പി. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ട് രണ്ടുപേർക്കും ഓരോ കപ്പ് ചായ വിൻസെന്റ് പി കൈകൊണ്ടിട്ട്. ശരിയാ. ഓക്കെ, അങ്ങനെ നല്ല കാര്യം. ചായ ഇട്ട് കൊണ്ടുവരാം. എടാ ഇവന്റെ ശരീരേ വളർന്നിട്ടുള്ളൂ, ബുദ്ധി 5 തന്നെ നിൽക്കുക. അവനെന്തോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. അവൻ ഒന്നും കുത്തി പറയുന്നില്ല, നീ ആയിട്ട് ആവശ്യമില്ലാത്ത ഉണ്ടാക്കില്ല. അവന് നമ്മളെ മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യ്. ആ പറ. രണ്ടും കൽപ്പിച്ച് നെഞ്ചു വിരിച്ച് ഞാൻ ചെന്നങ്ങ് പറഞ്ഞാലോ. എന്നത്? നീ അവനെ കല്ലിന് സോജൻലാലേ, പണ്ട് മുതലേ നിനക്കുള്ളതാണ് ആവശ്യമില്ലാത്തോടത്ത് എന്നെ ഇട്ടിട്ട് നീ ഓടിപ്പോകുന്ന പരിപാടി. നമ്മളെന്നെ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഭയവും ടെൻഷനും നമ്മൾ അപകടത്തിൽ കൊണ്ടെത്തിക്കും. നാല് പറഞ്ഞു. ദൃശ്യം മണ്ണിൽ മോഹൻലാൽ ഓ, പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല, പുള്ളിക്ക് വിദ്യാഭ്യാസം കേൾക്കാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, അവൻ വരുമ്പോ നമ്മൾ പേടിക്കരുതടാ. പേടിക്കരുത്. പേടിക്കരുത്. ഓക്കെ, പേടിയില്ല. അപ്പൊ ഇനി വരുമ്പോ നമ്മൾ അവനെ ഒന്നിച്ചു തരണം. കട്ടക്ക് നിൽക്കാം. രാജ് ബാബു, എന്താടാ? ഒരു ചുറ്റികയുവാണെങ്കിൽ കിട്ടും. കൊടുക്കില്ലേ, അവൻ തല തല്ലി തീർക്കും. ചുമ്മാ ഇരിയടാ. എന്തിനാ ഈ ഫോട്ടോ എനിക്കൊന്ന് ഭിത്തിയിലൊന്ന് അടിച്ചു വെക്കണം. അമ്മ ഉയരാന്തി. ഇത് ആരുടെ ഫോട്ടോ? അച്ഛന്റെ ഫോട്ടോയാണോ? അച്ഛന്റെ അല്ല, അച്ഛന്റെ എന്റെ അമ്മയുടെ വല്ല ഫോട്ടോ? അമ്മയുടെ അല്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ കൂട്ടുകാരുടെ അടുത്ത ഗ്രൂപ്പ് ഫോട്ടോ. ഇത് കണ്ടു? ഇത് മൊത്തം എന്റെ കൂട്ടുകാരാണ്. ഈ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? ഫാത്തിമാടാ. ഫാത്തിമയെ നിനക്ക് എങ്ങനെ അറിയാം? ആ കാലഘട്ടത്തിൽ തട്ടമിട്ട എല്ലാ പെൺകുട്ടികളുടെയും പേര് ഫാത്തിമ എന്നായിരിക്കും. ഈ ചുട്ട പറങ്ങാണ്ടിയുടെ ഫിഗർ വെച്ച് ടൈ ഇട്ടിരിക്കുന്ന ഈ രണ്ടവന്മാരൊക്കെ അതാരാ? അത് ആരാ? ഇവന്മാര് തന്ന സമ്മാനം ഈ മുഖത്തീപ്പാട്. ഇതോ? ചെറുക്ക് ഇത് എവിടെ നിന്നാണോ ആ ശരീരം? എല്ലാം ഞാൻ ഓർത്തിരിപ്പുണ്ട്. എന്റെ മനസ്സിലുണ്ടത്. എന്തിന് ആവശ്യം വരും. ആവശ്യം വരുമെന്നാ? അവൻ എന്തൊക്കെയോ കുത്തി പറയണത് തന്നെയാടാ. ഇത് തന്നെയല്ല അപ്പുല്ലേ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അവൻ കുത്തി പറയുന്നതാണ്. എനിക്കതല്ല, നമ്മളന്ന് ഇവനെ എന്തിനാണ് തല്ലിയത്? സോജൻലാലേ, സമ്മതിക്കല്ലത്. നീ അത് മറന്നുപോയല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കാടാ. നീ കണക്ക് ടീച്ചറിന്റെ പടം വരച്ചു വെച്ച് ടോയ്ലറ്റേല്, എന്നിട്ട് അതിന്റെ അടിയിൽ നീ എഴുതി വെച്ച് കണക്ക് ടീച്ചർന്ന്. അത് മാത്രോ, നീ അതിന്റെ അടിയിൽ വലിയ രാജാ രവിവർമ്മ കളിക്കാൻ വേണ്ടിട്ട് ഒരു ഒപ്പ് ഇട്ട് വെച്ചേക്കണ്. നീയാന്ന് പറയും ഇതറിഞ്ഞ് കണക്ക് ടീച്ചർ നിന്നോട് ചോദിച്ചു. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ മാത്രമല്ല, ആ വിൻസെന്റ് പി ഉണ്ടെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ പീസ് കുടിച്ചോണ്ട് വന്ന അവൻ നമ്മൾ ഇടിക്കാൻ വന്ന് ഞാൻ നമ്മളെ കയറി ഇടിച്ച് അവന്റെ തല പൊട്ടിയ. എന്റെ അമ്മ, നമ്മൾ എന്നാ പോക്കൃത്തരൊക്കെ കാണിച്ചു വെച്ചത്. നമ്മള് കാണിച്ചെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാം പോക്കൃത്തരം തന്നെയാണ്. നമ്മളിപ്പോ എന്നാ ചെയ്യണോ? അവിടെ എന്നാ ചെയ്യുന്നു? ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഇല്ലേ, ഇവിടെ നമ്മള് ഭയവും ടെൻഷനുമാണ് നമ്മൾ അതായത് ഈ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. പുറത്തിരുന്ന് കഴിക്കാം, എല്ലാം കഴിച്ചിട്ട് വാ, അപ്പൊ ആ ടെൻഷൻ മാറും. നമ്മളിത് എല്ലാ പണി സൈറ്റിലും നമ്മൾ വ്യത്യസ്തമായി പെരുമാറുമ്പോഴാണ് ഇവനെ നമ്മൾ ഡൗട്ട് അടിക്കുന്നത്. എനിക്ക് തോന്നി കൺട്രാക്ട് നമുക്കിട്ട് പണിതാന്ന്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പണച്ചാക്കിന്റെ വീട്ടിൽ നമ്മൾ എന്തുവാ പരിപാടി? പൊറോട്ടയ്ക്ക് നിക്കറിടിപ്പിക്കുക. ഞാനത് കണ്ടോണ്ടിരിക്കുന്നു. വന്ന് കേറിയല്ലോ, അപ്പഴേ പൊതിയങ്ങ് തുറന്നു. പേടിച്ചു പോയല്ലേ? ചുമ്മാ പറഞ്ഞാ കഴിക്ക്. ഇത് കഴിഞ്ഞ് തരാനുള്ളതല്ലേ? കഴിക്ക്. രാവിലെ ഈ പൊറോട്ടയ്ക്കാണോ കഴിക്കുന്നത്? ഞങ്ങൾ രാവിലെ പൊറോട്ട ഒക്കെ കഴിക്കുന്നത്. അമേരിക്കയിൽ എങ്ങനെയാ രാവിലെ? അമേരിക്കൻ രാവിലെ ഇതുപോലെ തന്നെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ. വല്ല കാര്യമുള്ള കാര്യമായിരുന്നു. ഞാൻ അതല്ല ചോദിച്ചാ, രാവിലെ നിങ്ങൾക്ക് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞങ്ങൾ 2 റൊട്ടി മടക്കിയിട്ട് അതിന്റെ നടുക്ക് പച്ചക്കറി വെച്ച് അതിന്റെ നടുക്ക് ഒരു ഇറച്ചി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കും. എടാ പൂത്തിരി, എന്നാലും അതിനെ സാൻഡ്വിച്ച് എന്ന് പറയരുത്. എടാ മൺവെട്ടി, അത് നിന്നെ പോലത്തെ ലോക്കൽസിന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ ആയിട്ട് പറഞ്ഞത്. സാറ് പറയണ മറ്റേ ഈ സാൻഡ്വിച്ച് പോലെയല്ലേ ഇവിടുത്തെ പൊറോട്ട? ഇവിടുത്തെ പൊറോട്ടയ്ക്ക് എന്നാ ടേസ്റ്റ്? നോ 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 നോ, അമേരിക്കയിലെ സാൻഡ്വിച്ച് ആണ് ബെറ്റർ. ഇയാൾ എന്നെ ഈ പറയുന്നത്? എടാ ഇത് കടയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ? തൂണൻ ചേട്ടൻ മൈദ കൂട്ടി അരച്ച് ഇങ്ങനെ വെക്കും, എണ്ണയിൽ കുളിപ്പിച്ചിട്ട്. എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് റെഡിയാക്കും. എന്നിട്ട് അത് ചുട്ടെടുത്തിട്ട് ശകലം കുരുമുളക് ഇട്ട ബീഫി മുക്കി തിന്നാ ഉണ്ടല്ലോ, ആഹാ. സാറിന് വേണോ? വേണ്ട.
പ്ലാന്റേന്നോ? അല്ല ആ പ്ലാന്റാ കേട്ടപ്പോ മനസ്സിലായി. എടാ ഒരെണ്ണം കൊടുക്കാം. വീഡിയോ ഉണ്ടോ? അയ്യോ തെണ്ടി തിന്നാന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ കണ്ടു. സാരമില്ല. വീഡിയോ 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 കണ്ടോ വീഡിയോ കണ്ടോ. ഇവന്റെ ഒക്കെ തൊണ്ടക്ക് ഈ പൊട്ടത് എങ്ങനെ ഇറങ്ങിപ്പോണെന്ന് ഞാനാലും എന്നാ സാറേ വേണ്ടേ? വേണ്ട. ഫ്രിഡ്ജി സാൻഡ്വിച്ച് ഇരിപ്പുണ്ട്. നമ്മള് പാപത്തുകളിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കൂടാ. അതെ അതെ, നമ്മളൊക്കെ എന്ത് കഷ്ടല്ലേ, കാശില്ലാത്ത. രണ്ടുപേരും കഴിച്ചിട്ട് പെട്ടെന്ന് ബാക്കി പണി കഴിഞ്ഞു ഞങ്ങളടുത്ത പരിപാടി നോക്കാൻ. അല്ല സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് അമേരിക്കയിൽ എന്നായിരുന്നു പരിപാടി? ഞാൻ അവിടെ എല്ലാ നാടത്തരവും കാണിക്കുമായിരുന്നു. ചെറുനാരിങ്ങയുടെ കച്ചവടമായിരുന്നു. തെറ്റിപ്പോയി. ബാബു ചോദിക്കാൻ മറന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുക. ഏത് നാണിത്തള്ളയോ? ആ നാളത്തുള്ള. ഏത് കേന്ദ്ര സർക്കാരില്? പിന്നെ തൊഴിലുറപ്പ് തന്നെ, ദേവസ്വം ബോർഡിന്റെ വകുപ്പാണോ? ആ ഞാൻ പറഞ്ഞില്ലേ, ഇവനും എന്റെ വീട്ടുകാർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കിടക്കണേ ഒന്നാം സ്ഥാനം ഇവന്മാർ കൊടുക്കണം. അതൊക്കെ പോട്ട്. ബാബുവിന്റെ കല്യാണം കഴിഞ്ഞാണോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. പക്ഷെ ഭാര്യ ഡൈവേഴ്സ് ആയിട്ട് പോയി. അവള് കൊന്നിട്ട് പോയില്ലല്ലോ എന്ന് ഞാൻ പറയണത്. എന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഇവന്റെ കൂടെ നടക്കണം. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞ എനിക്കാരും വേണ്ട തന്നില്ല. വെരി ഗുഡ്. പെട്ടെന്ന് രണ്ടുപേരും പണി തീർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ ഒരു പണി തരുന്നുണ്ട്. അവന് മനസ്സിലായടാ, അവന് മനസ്സിലായടാ, മനസ്സിലായി. എത്ര നേരം എന്ന് പറഞ്ഞടാ നീ? വേണ്ട, അപ്പത്തൊന്നും കാണിക്കരുത്. ഇല്ലടാ പറയുന്ന കേക്ക്. എത്ര നേരം എന്ന് പറയടാ, പറയുന്ന കേക്ക്. ഞാനേ തീ കുറിച്ചതാ. നീ എന്റെ ഫോണിട്ട് വിളിടാ. എന്റെ ദൈവമേ, ഫോണിട്ട് വിളിടാ. വിളി, നീ വിളി. വേണ്ട, നീ വിളി, എന്റെ ഫോണിട്ട് വിളി. എന്ത് ഭാവിച്ചാണോ? അയ്യോ എന്റെ അമ്മ വിളിക്കുന്നല്ലോ. ഹലോ, അമ്മയ്ക്ക് ഇസ്ലോഫീലിയ കൂടിയോ? ഞാൻ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് വരാം, പെട്ടെന്ന് വരാം കേട്ടോ. അത് സാറേ, എന്റെ അമ്മ ഇപ്പൊ വിളിച്ച് ആശുപത്രിയായിട്ട് ചെല്ലാൻ മതി. ഇസ്ലോഫീലിയ കൂടിയെന്ന്. ഒരു കാര്യം ചെയ്യോ, രാജു നേരെ വീട്ടിലേക്ക് പോകും. താങ്ക് യു സാർ. ബാബു ശരി. അമ്മേ രാജുവേ, രാജുവേ, രാജു എന്നാ പറ്റിയ? എന്നാ പറ്റിടാ? ചെറുതായിട്ടൊന്ന് തല ഇറങ്ങിയതാ. തല ഇറങ്ങി തന്നു. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം രാജു ഓക്കെ അല്ലടാ? ഞാനിതെവിടാ? ചന്ദ്രനെല്ലി. എനിക്കൊരു അസുഖമുണ്ട്. എന്തുവാ? ഞാൻ 2 മണിക്കൂർ കൂടുമ്പോ തല ഇറങ്ങി വീഴും. ആണല്ലേ? ഒരു കാര്യം ചെയ്യാം സാറേ, 2 മണിക്കൂർ കഴിഞ്ഞ് ഇവന് റെസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഇവൻ പണിയെടുത്തോളാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഇത്തരം കാണിക്കും. ഒരു കാര്യം ചെയ്യൂ, ബാബു അല്ലേ, ബാബു അമ്മേനെ കാണാൻ പോകുമ്പോ രാജിനോട് ആശുപത്രി കൊണ്ടുപോകും. അല്ല, അപ്പൊ ഇവിടുത്തെ പണിയൊക്കെ അത് കുഴപ്പമില്ല. നാളെ രാവിലെ വന്ന് ബാക്കി പണികൾ. നാളെ രാവിലെ മതി. സാറിന്റെ വീട് രാവിലെ വരാം കേട്ടോ. രാവിലെ വന്നാൽ മതി. അതാ നല്ലത്. പോയിട്ട് വരാം. ഒരു പൊറോട്ട ഉണ്ട് കേട്ടോ. അത് എടുത്തോളാം. അളിയ സോഹൻലാലേ, ഓ മണിയനോട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഉണ്ടോന്ന് ചോദിച്ചാടാ. എടാ, നിന്നോട് അവൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ. എന്റെ പേരല്ലേ പറഞ്ഞു? അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ സ്റ്റണ്ട് കാണാതെ ഇവൻ സമ്മതിക്കത്തില്ല. ഫീൽ കുട്ടി നിർത്താന്നാ ഞാൻ വിചാരിച്ചത്. വേണ്ട, നീ ഒറ്റ വഴിയുള്ളൂ. ഇടതുകാലം നീ, വലതുകാലം ഞാൻ. നീയൊക്കെ ആദ്യമേ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീയൊക്കെ ആണെന്ന്. പിന്നെ നിന്റെയൊക്കെ കോമാളിത്തരം കാണാൻ വേണ്ടി ഞാൻ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നല്ലേ. നിങ്ങൾ ഹാപ്പി അല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടുപേരുടെ ഒരു കാര്യം, ഈ വരുന്ന 30-ാം തീയതി എന്റെ വീടിന്റെ കീർത്താമസാണ്. വീട്ടുകാരെല്ലാരുമായിട്ട് പറഞ്ഞു. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ഈ വീടിന്റെ പണി ഒന്ന് തീർന്നു. ഞങ്ങൾ സ്വന്തം വീട് പോലെ ഈ പണി തീർക്കും. നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കണ്ണിന്റെ ഇത് നിനക്ക് ഞങ്ങളോട് വഴക്ക് ഏത് ഈ പാടോ? എടാ, ഇത് നിങ്ങൾ പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ തന്നൊരു മുറിവാ. പക്ഷെ എനിക്കത് വലുതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മധുരമുള്ളൊരു മുറിവായിട്ടങ്ങ് മാറി. എനിക്കിത് മാറ്റാൻ എന്റെ കയ്യിൽ കാശില്ലായിട്ടല്ല. എന്നാ മാറ്റാത്ത? എനിക്ക് കണ്ണാടിയിൽ ഡെയിലി നോക്കുമ്പോണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഓർമ്മ വരും. അത്രയ്ക്ക് ഇഷ്ടമായതായിരിക്കും നിങ്ങൾ രണ്ടുപേരും. അത്രയ്ക്ക് മാത്രം എനിക്ക് ഇഷ്ടം വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴും സുഖമല്ലടാ? ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ, ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി. ക്ലൈമാക്സ് തീർന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഞാൻ ഒരു മുറിവ് തരും. ഞാൻ എപ്പോഴും നിങ്ങളെ നൊമ്പരത്തോടെ സന്തോഷത്തോടെ ഓർക്കാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഓർക്കാൻ വേണ്ടി ഒരു മുറിവ്. ചുമ്മാ. അയ്യോ.
അമൽ, വിഷ്ണു, ബാസ്റ്റിൻ കുറച്ചും കൂടി ലൈവായി എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കോമഡിക്ക് വേണ്ടി ഒരു ടോൺ ഉണ്ടാക്കുമായിരുന്നു. ഞാനിതാ അത് പ്രതീക്ഷയായിരുന്നത്. അത് രസമുണ്ട്. കാരണം തന്നെ പണ്ട് ഷിയാസ്ക്കൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഇങ്ങനെ ഒരു സാധനം ഇടുമായിരുന്നു. ഇതിപ്പോ ഇല്ല, ലൈവായി. ഈ സ്കിറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ലൈൻ ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, പഞ്ചസ് ഉണ്ട്. പക്ഷേ കോമഡി പഞ്ചസ് കുറവായിരുന്നു. പോകുന്നുണ്ട്, കൗണ്ടർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു സാധനത്തിലേക്ക് വന്നില്ല. നെഗറ്റീവ് അത് മാത്രമുള്ള ഒരു ചെറിയ നെഗറ്റീവ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ശരിക്കും ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. ടിനി പറഞ്ഞ കാര്യങ്ങളിലും കാര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് സാധാരണ സ്കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അവസാനം ഒരു സെൻറ്റിമെൻറ്റ്സിൽ അവസാനിച്ചിട്ട് വീണ്ടും അവസാനം കോമഡിയിൽ വന്ന് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു സ്റ്റോറി സെൻസ് ഉണ്ടായിരുന്നു. തുടക്കത്തിലുള്ള കോമഡികളെല്ലാം നല്ല കുറച്ച് കോമഡികളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ആക്ഷൻ കോമഡി ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആക്ഷൻ കോമഡി ആ വക സാധനങ്ങളെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശരിക്കും നിങ്ങളുടെ ഈ 3 പേര് എടുത്തുകൊണ്ടിരുന്ന സ്കിറ്റുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, ഭയങ്കര ന്യൂജൻ സ്റ്റൈലിലുള്ള പ്രത്യേക ഒരു കളിയാണ് നിങ്ങളുടെ. ഈ സ്കിറ്റ് മോശമൊന്നുമല്ല. ഈ സ്കിറ്റിനകത്തും അവിടെ ഇവിടെയായിട്ട് നല്ല നല്ല തമാശകളുണ്ട്. എൻ്റെ വന്നപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് കാണുന്നൊരു സുഖം, നല്ലൊരു എന്താ പറയുക, സൗഹൃദത്തിൻ്റെ ഒരു കെട്ടിപ്പിടിക്കലൊക്കെ കണ്ടപ്പോൾ ആ സ്കിറ്റ് നല്ല രസമായിട്ട് നിങ്ങളത് എൻഡ് ചെയ്യുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഫീൽ ഗുഡ് സ്കിറ്റ് തന്നെയായിരുന്നു ഇത് കേട്ടോ. ഇതാണ് എനിക്ക് ഇതേക്കുറ്റി പറയാനുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് കൊടുത്തു തുടങ്ങാം. ആവോളം നല്ല നല്ല കമൻറ്റുകൾ കിട്ടി. ഇനി നമുക്കൊരു ഞാനൊരു 12,000 രൂപ, ഞാൻ ഒരു 11,000 രൂപ, 23 അപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ. ബാക്കി പ്രസാട്ടം കൊടുക്കും. ഇതിനും ഒരു എൻഡ് പഞ്ച് വേണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം കുറച്ച് തന്നത്. സസ്പെൻസ് ഇരിക്കട്ടെ. ഇവിടുന്നു ഹാപ്പി അല്ലേ? 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഇഷ്ടമുള്ള ടീമാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. എന്നാൽ എനിക്ക് സ്പെഷ്യൽ ഒരു ഇഷ്ടം മറ്റൊന്നും കൊണ്ടല്ല. ഇതിൽ ദീപുണ്ട്, കുമ്പാരി ഉണ്ട്, ശ്രീജു ഉണ്ട്. അവര് വന്നാൽ പൊളിക്കാറില്ലേ? അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കിറ്റും പ്ലോട്ടുമായിട്ട് അവരെത്തുന്നു. മനു, കുമ്പാരി, ശ്രീജു ആൻഡ് ദീപു. എന്തോ ചെയ്യാനാണെന്ന് പറ. എന്തുമാത്രം തിരക്കുണ്ടായിരുന്ന ഒരു ബിവറേജ് എന്നറിയാമോ? നീ ഒരുത്തം കാരണം ഉണ്ടായിരുന്ന ആൾക്കാർ നാല് വഴിക്ക് പോയി പോലീസ് വരെ വന്നു. എടാ, ബിവറേജിൽ പോയി സാധനം വാങ്ങിക്കണേ അതിനകത്തൂടെ കൈ ഇടണം, അല്ല തലയല്ലേടാ ഉള്ളത്. നീ ഒന്ന് തിരിഞ്ഞാണിഞ്ഞോട്ട്. എന്ത് ചെയ്തിരുന്നു മാമ? ഭയങ്കര വേദന മാമ. എന്തോന്നത് പഞ്ചവർണ്ണത്തെ കൂടിനകത്തിട്ട് വെച്ചേക്കുന്ന. പിന്നെ എടാ, നീ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചപ്പം നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിന്റെ മാനമല്ലേ? അഭിമാനം പോയില്ലേ നമ്മുടെ കുടുംബത്തിന്റെ? ഞാൻ ഇതിനകത്ത് തലയിട്ടെന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങനെ പോയെന്ന മാമ പറയും. പിന്നെ പോകൂലേ? ഒരുത്തം കൊണ്ടുവന്ന് തലയിട്ടെന്ന് കുടുംബത്തിൽ അറിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം പോയില്ലേ? എന്നാ പിന്നെ മാമൻ പണ്ട് മറ്റേ സർല ചേച്ചിയുടെ വീട്ടിലെ മറ്റേ ബാത്റൂമിന്റെ വെന്റിലേഷനകത്ത് തലയിട്ട് കുടുക്കി കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങും പോയില്ലല്ലോ. അതാണ് അവിടുത്തെ വിഷയം. പിന്നെ അത് ഇവിടുത്തെ വിഷയം. നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനം അത് പോയില്ലേ? മാമനിപ്പോ മദ്യത്തോട് ഭയങ്കര പുച്ഛം. അതാണ് ഇപ്പൊ ഞാൻ മദ്യപിക്കുന്നതാണ് മാമൻ ഏറ്റവും വലിയ തെറ്റി. മാമാ ഒന്നും മറക്കരുത്, മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് മാമൻ ഒരു ക്ലാസ് നടത്തി. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന 10 പേരുടെ 50 രൂപ വെച്ച് മേടിച്ച് ആ പൈസക്ക് പോയി ഫുള്ളെടുത്ത് അടിച്ച ആളാണ് മദ്യത്തിനെ കുറിച്ച് ഇപ്പൊ എന്നോട് കുറ്റം പറയുന്നല്ലേ മാമ? അങ്ങനെ സംസാരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നിന്റെ മാമനാണ്. നാളെ രാവിലെ നിന്റെ സഹോദരിയുടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോണോ? ഇങ്ങനെ ഈ കോലത്തിൽ എങ്ങനെയാണ് നിന്നെ ടൂറിസ്റ്റ് ബസ്സിൽ കയറ്റുന്നത്? മാമ അത് കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്നില്ല. പിന്നെ നേരെ പോയി ഫ്രണ്ട് ക്ലാസിന്റെ അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ ആരും തടയത്തില്ല മാമ. പോലീസിന്റെ വാനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങ് പറഞ്ഞു വിട്ടോളൂ. എനിക്ക് പെടൽ നന്നായിട്ട് വേദന എടുക്കുന്ന. ഞാൻ കുറച്ചേരം കിടന്നാലാ? കിടക്കരുത്. ഓടേറെ പണി നടക്കുകയാണ്. അവര് വിചാരിക്കും സ്ലാബിനുള്ള കമ്പിയാണെന്ന്. കോൺക്രീറ്റ് ഇട്ടിട്ട് അവരങ്ങ് പോകും. ആൾക്കാർ നടന്ന് ഇതിന്റെ മണ്ടേ കൂടെ ചവിട്ടിക്കൊണ്ട് വരും. എന്റെ മാമ അങ്ങനെയൊന്നും പറയല്ലേ മാമ. ഇതിപ്പോ എന്തോ ചെയ്യും മാമ? എന്തോ ചെയ്യാനെന്ന് വെച്ചാൽ നിന്റെ അടുത്ത് ആരെങ്കിലും ചെയ്തു വെക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞാ? മാമ അത് സംഭവം എന്ന് പറഞ്ഞാലേ, ഞാൻ ഇവിടെ വന്ന്
പരിചയമുള്ള ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് തലയിട്ട് നോക്കിയാണ്. പക്ഷെ ഇതിങ്ങനെ കുടുക്കി പോകുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല മാമ. ഞാനൊരു കാര്യം പറയാം. 8:57 നീ വന്നെങ്കിൽ നീ ഈ കാണിച്ചതിൽ അർത്ഥം ഉണ്ടെന്ന് പറയാം. കാര്യം തിരക്കാണ്. 7 മണിയായുള്ളൂ. നീ ഒറ്റ ഒരുത്തം കാരണം അവിടെ കിടന്ന് ഓരോരുത്തന്മാർ തമ്മിലടിക്കുകയാണ്. മാമ ഇതെന്ത് വർത്താനോ മാമ? എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്തൊന്ന് ഊരാനായിട്ടുള്ള ഒരു ഐഡിയ നീ ഇങ്ങനെ വന്ന് ഇന്ന് കരയില്ല. നീ വന്ന് കരയുമ്പോ എന്റെ വീടിന്റെ ജനലിലെ പൂച്ച വന്നിരുന്ന് കരയുന്ന ഫീലാണ് എനിക്ക്. സ്പോട്ടപ്പ് കൂടെ ചെയ്തോ? സ്പോട്ടപ്പ് ചെയ്തല്ല, എന്റെ പെടലിയൊക്കെ എടുത്ത് വേദന എടുത്തിട്ട് വയ്യ മാമ. എനിക്കറിഞ്ഞൂടാ എങ്ങനെ രക്ഷപ്പെടുന്ന ഒരു ഐഡിയെങ്കിലും പറഞ്ഞോ മാമ. എന്റെ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ മാമ എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് ഇതിനകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഊരിയേ പറ്റത്തുള്ളൂ. 2 പെഗടിക്കാനായിരുന്നു. 2 പെഗടിക്കാനോ? സാധനം ഞാൻ ആദ്യമേ മേടിച്ച് അരയെ വെച്ചേക്കുമല്ലോ. ഇതിന്റെ ഇടയിലായിട്ട് അത് വിട്ടില്ല നീ? അല്ല മാമ, എന്റെ കൂട്ടുകാർക്ക് ഒരു ചെലവ് നടത്തണ്ട. ഞാൻ അതിന് വേണ്ടിട്ടാണ് മാമ ഇത് ചെയ്തത്. കല്യാണമല്ലോ ഏടാ നിന്റെ? ഈ ഇടയ്ക്ക് കല്യാണമല്ലോ പോയാ? മാമ എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമം. കാരണം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്ന ആരെങ്കിലും വീഡിയോ എടുത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് കാണാൻ നേരത്ത് പ്രശ്നമാകത്തില്ലേ മാമ? പെണ്ണെവിടുന്ന്? നെറ്റിന്ന്. അപ്പോഴും നെറ്റ് വിട്ടിട്ടില്ല. ഈ നെറ്റ് പൊക്കി പിടിച്ചോണ്ടിരിക്കണ ഈ പ്രശ്നത്തിന് ഉണ്ടായത്. അതല്ലെന്ന്, ഞാൻ നെറ്റ് വഴി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെങ്കൊച്ചാണെന്ന്. മാമ ഇതെങ്ങനെയെങ്കിലും ഊരാനായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് വരട്ടെ. ആദ്യം ഫയർഫോഴ്സ് വരട്ടെ. അയ്യോ അതെന്ത് പരിപാടി കാണിച്ചു? അല്ല അത് ചോദിക്കണോ? അത് വിടറാ. അല്ല അങ്ങനെ എന്റെ മാമനെ തല്ലണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത്? അരിമോനെ അത് വിട്. അല്ല മാമ അങ്ങനെ സാറൊരു ഉദ്യോഗസ്ഥനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്റെ മാമൻ ഇപ്പൊ ഇവിടെ എന്തിന് തല്ലിയത് എനിക്കറിയണം. ഞാൻ പറഞ്ഞുതരാം. ഇവാ ജംഗ്ഷനിൽ ഒരു കട കത്തിയല്ലോ. ആ സമയത്ത് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തണ്ട. അപ്പൊ എനിക്കൊരു ത്വര. ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് ഒരുത്തനെ പൊക്കിയെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അതിനാണ് അടിച്ചത്. സാറേ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് ഇങ്ങനെ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ മാനം മര്യാദയ്ക്ക് അവിടെ തീ അണച്ചോണ്ടിരിക്കുന്നു. എന്നെ ഇടുപ്പി പിടിച്ചോണ്ട് പൊക്കി എടുത്തോണ്ട് പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? കുട്ടം വയ്യ മാമ. കുറ്റിക്കാട് അവിടെയാണ്. അതിന് പിന്നെ അതുപോലല്ല ഇവിടെ തീ അങ്ങോട്ട് അണയ്ക്കാൻ വേണ്ടി എന്നെ വിളിച്ചില്ല. അങ്ങനെ ഓടിപ്പടച്ച് വന്ന വെള്ളം തീ അണയ്ക്കാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. ബക്കറ്റ് നിറച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഓടി വന്നപ്പോ തുളുമ്പി പോയി എല്ലാം കൂടെ. നിങ്ങൾ എന്തൊരു മണ്ടനാണ്. ആ വണ്ടി എടുത്തോണ്ട് വന്നൂടെ? വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നോ മഴയും പ്രശ്നമായിട്ടും എല്ലാം അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ. ഫോൺ എടുത്ത് വന്നു. പക്ഷേ ഞാൻ വണ്ടി ഇറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ വണ്ടി ഇങ്ങോട്ട് പോയി. ഞാൻ ഓടി പടച്ച് വരെയും ചെയ്തു. എവിടെ തീ എവിടെ തീയല്ലെന്ന്. പിന്നെ ആടാ ഇങ്ങോട്ടു. അതെ സാധാരണ വല കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നെറ്റിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. റംബൂട്ടായി സംഭവം എന്തോന്ന് പറയാ, ഇവന്റെ സഹോദരിയുടെ കൊച്ചിന്റെ ചോറൂണാണ്. അപ്പൊ അതിന് നാളെ ഗുരുവായൂർക്ക് പോണം. അപ്പൊ അതിന് സാധനം എടുക്കാൻ വന്നപ്പോ ഇങ്ങനെ പറ്റിപ്പോയതാണ്. എന്നെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞതാ സാറേ. ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുത്താനാണ്? എങ്ങനെയെങ്കിലും ഇങ്ങനെ മുറിക്കണേന് എന്തെങ്കിലും പറ്റി ഇതൊന്ന് മുറിച്ച് രക്ഷപ്പെടുത്തിയാലും മതി. മുറിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. അത് നമ്മളെ കോട്ടയം ഭാഗത്ത് ബസ് സ്റ്റാൻഡിലെ കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറം ഭാഗത്ത് അടിപൊളി ഒരു തേക്ക് പോയി. സാറേ ഞാൻ ഇത് എങ്ങനെ ഇളക്കുന്നുള്ളത് പറഞ്ഞു. തേക്കിന്റെ മുറിക്കുന്ന കേസല്ലേ പറഞ്ഞത്? നിങ്ങൾ ഞാൻ വന്നാണ് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു 2 ലക്ഷം രൂപയാണ് ചോദിക്കണം. നമുക്ക് ഞാനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ 1.5 നമുക്കത് മറിക്കാം. തേക്ക് കാതലുണ്ടോ? കാതലുണ്ടോ എന്ന് അറിയില്ല. ഒരു പ്ലാവ് അതിന്റെ സൈഡിൽ ഇപ്പോൾ കാതലാണ്. അതിന് ഇനി വേറെ വല്ലതും ആണെന്ന് എനിക്ക് അറിയത്തില്ല. അതല്ല ചോദിച്ചത്, പഴയ തേക്കല്ലേ ഇനി കാതലുണ്ടോ? കാതലുണ്ട്, പിന്നെ പിടിച്ചാ കിട്ടൂല. തേക്കെന്ന് ഞാൻ വിചാരിച്ചിട്ട് 1.5 നടക്കൂല. ഇങ്ങനെ പോലെ ഒരു 85. അത് വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ ഞാൻ പറയാം. എനിക്കൊരു 15 വന്നാൽ. എന്റെ സാറേ നിങ്ങൾ ഈ ബിവറേജിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണോ തടിക്കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? പിന്നെ വിവരം ചാവിച്ച മുട്ടയും പപ്പടവും പിന്നെ ലോട്ടറിയൊക്കെ കച്ചവടം ചെയ്യുക. പിന്നെ എന്റെ തേക്ക് കച്ചവടത്തിനാ കുഴപ്പം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് ഊരാനായിട്ടുള്ള ശ്രമമെങ്കിലും നടത്തുന്നു. ഞാൻ ഒരു എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടില്ല. എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നില്ല. ഇതിൽ ഊരാനൊരു ശ്രമം എന്തെങ്കിലും ഐഡിയ ഉണ്ടാവുമല്ലോ. ഐഡിയ പറ. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്താ ജോലിയുള്ളത്? എവന് ജോലിയൊന്നുമില്ല. വാറ്റി തിരിഞ്ഞ് നടക്കണം. ഒരു അനിയ, എന്റെ പൊന്നനിയ, നിനക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്ത് നിനക്ക് ജീവിക്കാൻ പറ്റും. സംഭവം വേറെ ഒന്നും അല്ല. ഇത് ഇത്രയും ഭാഗത്ത് ബേസ് ബോർഡോ വല്ല വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് പഴയ ചിരട്ടകളെല്ലാം കൂടെ വലിച്ച് ഒട്ടിക്കണം. എന്നിട്ട് തെങ്ങിന്റെ ഇതില്ലേ കുരുത്തോല എല്ലാം കൂടെ വാരി സെറ്റ് ചെയ്യണം. എന്നിട്ട് നാടൻ പാട്ടി പോടാ. നാടൻ പാട്ടിൽ തെയ്യത്തിന്റെ കൂടെ പോടാ. നിനക്ക് നല്ല വരുമാനം കിട്ടൂടാ. ആവശ്യമില്ലാത്ത വർത്താനം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്താണെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ ടെൻഷൻ എടുത്ത് നിൽക്കാത്ത നിങ്ങൾ എന്ത് വർത്താനോട് പറയണത്? ഇത്രയേ ഉള്ളു. എന്തോന്ന് ഇത്രയേ ഉള്ളു? നീ പഠിച്ചു കഴിഞ്ഞു. എന്തോ നാടൻ പാട്ടിന്റെ കൂടെ സാധനം നീ പഠിച്ചതാ. ഇത്രയേ ഉള്ളൂ. ഇതാ ഉള്ളു സാധനം. എന്റെ മാമ എനിക്കിതൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാനായിട്ട് നോക്കുക. ഒരു കാര്യം ചെയ്യാം, നോക്കട്ടെ. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ നീ കയറ്റിയതാ. അതരയാ. എല്ലാവർക്കും അരയല്ലേ? അതല്ലെന്ന് ഒരു അര എടുത്ത് വെച്ചതാണ്. എവിടെ ഇരിക്കണം? കിട്ടി. ഇവിടെ വന്നതേ എടുക്ക്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനകത്തൊന്ന്. പരിമം പാഴിപ്പോയി. സാധനം എടുത്ത് വെച്ചാൽ അര ലോക്കല്. ഓ ഒരു കാര്യം നമുക്ക് പറഞ്ഞ അടിക്കാം. അല്ലാതെ വേറെ വെള്ളം വേണ്ടേ? വെള്ളം ആവശ്യമുള്ള ഇരിക്കും. ഒരു കാര്യം പൊട്ടി ചായലോട്ട് ഒഴി. നിങ്ങൾ അടിക്കാൻ പോവാണ്.
ഒരു 2 കവള് എനിക്ക് തന്നൂടെ? നിനക്ക് 2 മുതുക് കവളുണ്ടല്ലോ, ഇനി എന്തിനാണ് നിനക്ക് കവള്? അതല്ലെന്ന് 2 കവളെങ്കിലും കുടിക്കാനായിട്ട് എനിക്കറിയാം. ഞാൻ ഇതിനല്ല ഇത്രയും കട്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. ആങ്കാരം പറഞ്ഞോണ്ടല്ലോ ആഴ്ച കയറി തിരിഞ്ഞേ. നിങ്ങളത് അടിക്കുകയോ എന്ത് വേണേലും ചെയ്യും. എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് നൂരാനായിട്ട് ശ്രമിക്കും. എനിക്ക് സാർ അതൊന്ന് നോക്ക് സാറേ, ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ നീ കയറ്റി എന്തിനാ തലയിട്ട്? ഞാനത് നില്ല്, ഇവിടെ പിടിച്ച് അത് കറക്റ്റ് എന്റെ ഇടയിൽ കൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇങ്ങനെ പിടിച്ച് അയ്യോ എന്റെ ദൈവമേ സാറേ, താങ്ക് യു സാറേ. ഒരുപാട് സന്തോഷം സാറേ. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കാം. ഞാൻ ഓർത്ത് എന്റെ ജീവിതം ഈ ഗ്രില്ലിനകത്ത് തീരുമെന്ന് ഓർത്തത്. സാറേ ഒരുപാട് സന്തോഷം. മാമ രക്ഷോട്ട് മാമ. അയ്യോ സംഭവം വേറെ ഒന്നല്ല മോനെ, നിനക്ക് പറ്റിയ അബദ്ധ. ഇതെല്ലാവർക്കും പറ്റുന്ന ആണല്ലേ. സാധാരണ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജ് വന്നു കഴിഞ്ഞാൽ മാനം മര്യാദക്ക് അണ്ണാ ഒരു പൈന്റ്, ഓക്കെ താങ്ക്സ്, ശരി അണ്ണാ എന്ന് പറഞ്ഞു പോവാ. അതെ, ഇത് ചിലവന്മാരുണ്ട് വന്നുടനെ ഒരു പൈന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തങ്ങോട്ട്. അതെ, ഇനി നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. നമ്മളപ്പോ നമ്മളെ കാര്യം നോക്കി മര്യാദ ഒരു സാധനം വാങ്ങിക്കാൻ അങ്ങ് പോവാ. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ തല മാത്രമേ ഇട്ടുള്ളൂ. ഈ കിഴങ്ങിന് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്? JCBയുടെ കയ്യ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അതെ, നേരത്തെ ഒരു നാടൻ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? എനിക്ക് പരിചയമുള്ള നല്ലൊരു നാടൻ പാട്ട് സമിതി ഉണ്ട്. ഓണത്തിന് സാറ് തന്നെ അങ്ങ് പോയേച്ചാ മതി. അളി ദീപു, കുമ്പാരി, ശ്രീജു, എന്തോ പുതിയ സംഭവം ഇരുന്നിട്ടാ. ഇത് എവിടെയെങ്കിലും സംഭവിച്ചാണിത്? ആണല്ലേ. ബീവറേജുമായി ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കാം. പക്ഷെ അത് വെച്ചിട്ട് ചെയ്ത് നന്നായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് കൃത്യമായിട്ട് നടന്നോട്ടുന്ന ഒരു സംശയമുണ്ട്. സമയം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ ഹ്യൂമർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ദീപൊക്കെ വന്നിട്ട് വേറെ കുറെ മേളാങ്കിക്കണാണ് ശരിക്കും. കുറെ ഈ മറ്റേ ഫയർഫോഴ്സിന്റെ രീതിയിലുള്ള സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ദീപ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം മാത്രമല്ല കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ദീപ് ആണല്ലോ അതിൻ്റെ അത് മെയിൻ ഒരു സംഭവം വന്നത്. കാരണം ഒരു ഫയർഫോഴ്സിന്റെ ആളാണ്. അതിൽ ശ്രീജുവിന്റെ ഒരു പൂണ്ട് വിളയാട്ടം കുറവായിരുന്നു. ഒരു പ്രിപ്പറേഷൻ കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾ ടുഗദർ നന്നായിരുന്നു. കാരണം നിങ്ങൾ കളിച്ചു വെച്ചേക്കുന്ന റേഞ്ച് അതാണ്. മിനിമം നമ്മളൊരു ഇത് പ്രതീക്ഷിക്കും, ഒരു റേഞ്ച്. അതെടുത്ത് ഇവിടെ അവതരിപ്പിച്ചത് നന്നായിരുന്നു. കോമഡികളുടെ ഒരു ചെറിയ അസ്ക്യത മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു തോട്ട്, ഈ അടുത്ത കാലത്ത് നടന്ന രസാവഹമായിട്ടുള്ള ഒരു കഥ നമ്മളത് ചെയ്യുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് തമാശകൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കിറ്റായി. അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സാധിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ പോലും നല്ല രസമുള്ള, എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൗതുകം തോന്നുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്തത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇവർ പറഞ്ഞ പോലെ ആനുകാലികത എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒറ്റയടിക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ ആരെങ്കിലും ഒരു ത്രെഡ് ഇത് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നു, തല അകത്തോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഫയറിന് ഒരാൾ വരുന്നു, അവസാനം അയാളുടെ തല അകത്തോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് സാധനം കൊള്ളാം അല്ലേ, നല്ല ത്രെഡാണ് അത്. പക്ഷേ അതിനകത്തുള്ള സാധനങ്ങളാണ് ഇവർ പറഞ്ഞ പോലെ കൗണ്ടറുകളില്ലായ്മയാണ്. എന്നാലും അതിൻ്റെ ത്രെഡ് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ത്രെഡാണ്. കൗണ്ടറുകൾ കൂടിയാൽ മതി, അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരേണ്ട കാര്യമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാനൊരു എന്തോ ഒരു കാര്യം പറയണ്ടെന്ന്. മനുവിന്റെ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. അത് പറയണം, നീ തന്നെ നല്ല കൈഡി കൊടുക്കുക എല്ലാവരും. പാട്ടായ കഥ എന്നാണ് പടത്തിന്റെ പേര്. പാട്ടായ കഥ. പാട്ടായ കഥ. പാട്ടായ കഥ. പുതുമുഖങ്ങളാണ് മൊത്തം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ബൈജു പി ജോൺ എന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസറുടെ പേര്. AGS ആണ് ഡയറക്ടർ സാറ്. പിന്നെ മൂൺലൈൻസ് ക്രിയേഷൻസിന്റെ ബാനറിലാണ് പടം ഇറങ്ങിയത്. ഇപ്പൊ റിലീസായി. മനു പ്രധാന വേഷമുള്ള നായകനാണ്. ദൈവമേ, എഴുന്നേറ്റ് ബഹുമാനിക്കട്ടെ. അതല്ല, ശ്രീജുനോട് താങ്ക്സ് പറഞ്ഞു. ശ്രീജു ആണ് ഓർത്ത് പറയാൻ പറഞ്ഞു. അല്ല, ഇവനോട് പറഞ്ഞപ്പോ ഇവന് ഭയങ്കര ഒരു അതുകൊണ്ട് നമുക്കിവിടെ ഏതോട്ട് കേസിൽ പെട്ട പോലെയുള്ള കുമ്പാരി ഇരിക്കണത്. ഇത് അഭിമാനമാണ്. കുട്ടികളൊക്കെ പരിചയമുള്ള പിള്ളേരാണല്ലോ. അതെ അതെ അതെ, അവരൊക്കെ അഭിനയിച്ചിട്ടുള്ള അനുഗ്രഹ സജിത്ത്. അതെ, മനു നല്ല ട്രെയിലറാണ്. നല്ല നല്ല കട്ട്സാണ്. പ്രത്യേകം സിനിമ വിജയിക്കട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. ഓക്കെ, അപ്പം നമുക്ക് ഇനി അപ്പം ഞാനൊരു സിനിമാ നടനും കൂടിയല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം. 15,000 രൂപ ഞാൻ തന്നിരിക്കുന്നു. 10,000 രൂപ. ഓക്കെ, അപ്പം ഞാൻ അവിടെ തരാം. അവിടെ നിൽക്കോ. കുറച്ച് കുറവാണ്, ടാക്സ് പിടിച്ചതാണ്. ബീവറേജ് അല്ലേ, കുറച്ച് ടാക്സിലേക്ക് പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. അതെ അതെ, നല്ല ഗംഭീര സ്കിറ്റുകളാണ് അല്ലേ പ്രസാദ്? അതെ അതെ അതെ.
അപ്പം ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.